നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശും തെലങ്കാനയും മറ്റന്നാൾ ജനവിധി തേടും. വിവരങ്ങളുമായി MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. പകുതി ദൂരം ഇതിനോടകം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിട്ടിരുന്നു. ഇനി 259 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കേണ്ടത്. അതിൽ നാലാം ഘട്ടം എങ്ങനെയൊക്കെ നിർണായകമാകും? BJP സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. കാരണം പ്രധാനമായും ഇന്ന് 96 മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണമാണ് അവസാനിക്കുന്നത്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് 96 മണ്ഡലങ്ങളാണ്. അതിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിനു പുറമെ തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും ഒപ്പം തന്നെ തെലങ്കാനയും. ഇവിടുത്തെ മുഴുവൻ സീറ്റിലേക്കും ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഈ മേഖലയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയായിരുന്നു ഈ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും പല തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദി പ്രചാരണം ശക്തമാക്കുന്നത് കണ്ടു. പല റോഡ് ഷോകളിലും പങ്കെടുക്കുന്നത് കണ്ടു. പല സമയത്തും ഈ പല പൊതുവേദികളിലും രൂക്ഷമായ വിമർശനം നടത്തുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ YSR കോൺഗ്രസ് വലിയ ശക്തി പ്രാപിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. അവിടെ ഇത്തവണ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ NDAയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത്തവണ TDPയും ഒപ്പം തന്നെ ജനസേനയും BJPയും സഖ്യമായാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു YSR കോൺഗ്രസിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ NDAയ്ക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതേസമയം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയായിട്ടുള്ള YS ശർമിള കോൺഗ്രസിലേക്ക് എത്തുന്നു. കോൺഗ്രസിന്റെ PCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവിടെ കോൺഗ്രസ് ഇത്തവണ തെലങ്കാനയിൽ വന്നതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു മുന്നേറ്റം നടത്തുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ആ YS ശർമിളയെയും ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകരെ ഒരുങ്ങിയെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ കടുത്ത ഒരു മത്സരം കാഴ്ചവെക്കാൻ, ഒരു ത്രികോണ മത്സരം ആന്ധ്രാപ്രദേശിൽ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. എന്തായാലും ശക്തമായ ഒരു പാർട്ടി പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രകടനം തന്നെയായിരിക്കും 3 മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തെലങ്കാനയിലേക്ക് വരുമ്പോൾ അവിടെ 17 സീറ്റുകളാണ് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 17 സീറ്റുകളിൽ 4 കഴിഞ്ഞ തവണ BJPക്ക് വിജയിക്കാൻ സാധിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് സീറ്റില്ല, അത് 2 അക്കത്തിലേക്ക് കടക്കാനുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആന്ധ്രയുടെ മണ്ണിൽ അല്ലെങ്കിൽ തെലങ്കാന വിഭജിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാൻ സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവിടെ കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇത്തവണ വലിയ ആത്മവിശ്വാസം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. മിഥുൻ, ഇന്ന് കൊട്ടിക്കലാശം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒപ്പം തന്നെ രാഹുൽ, പ്രിയങ്ക തുടങ്ങിയ താരപ്രചാരകർ ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്? അതുകൂടി വിശദീകരിക്കും. രേണുക, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മധ്യപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയതനുസരിച്ച് വൈകിട്ടോടുകൂടി അദ്ദേഹം പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അദ്ദേഹം ഇന്ന് സംസാരിക്കുമെന്നാണ്, പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് UPയിൽ പൊതുതെരഞ്ഞെടുപ്പ് വേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സജീവമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ വോട്ടുറപ്പിക്കാൻ, അവസാന നിമിഷം വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോത്തിൽ കൂടിയാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉള്ളത്. നമുക്കറിയാം 1755 സ്ഥാനാർത്ഥികളാണ് ഇന്നത്തെ ഈ ഒരു പരസ്യപ്രചാരണം, ഈ ഒരു 4ാം ഘട്ടത്തിൽ പങ്കെടുക്കുന്ന മത്സരരംഗത്തുള്ളത്. എന്തായാലും വിജയിച്ചു കയറാനാകുന്നുള്ള ആത്മവിശ്വാസം 2 മുന്നണികൾക്കുമുണ്ട്. NDAയ്ക്കും ഇന്ത്യ അലയൻസിനും അത് ശക്തമായി തന്നെ വേരോട്ടം ഉറപ്പിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങൾ തന്നെയാണ് ഇന്നത്തെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ 96 മണ്ഡലങ്ങൾ. അതിൽ പശ്ചിമ ബംഗാളിൽ തന്നെ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ താരപ്രചാരകരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു 4ാം ഘട്ടത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ മുന്നണി നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പൊതുരംഗത്ത് സജീവമായി തന്നെ തുടരുകയാണ്. ശരി, MG മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു ചില പ്രധാനപ്പെട്ട